ഹേയ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഒരു യാത്ര തിരിച്ചിരിക്കുകയാണ്. നമ്മൾ ഗോവയിലേക്കാണ് ഇന്നത്തെ യാത്ര. നമ്മൾ കുറേയായി ഒരു യാത്ര ചെയ്തിട്ട് ഗോവയിൽ മംഗലാപുരത്തായിട്ട് കുറേ തവണ ബിസിനസ് ആവശ്യത്തിന് വന്നിട്ടുണ്ട്. ഒരു തവണ യാത്രയായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ മഴ സീസണല്ലേ, ഒന്ന് യാത്ര പോയേക്കാന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഒന്ന് നെക്സ ഷോറൂമിൽ കയറി നമ്മളൊന്ന് വണ്ടീൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത്രയും യാത്ര ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് വണ്ടീൻ്റെ കൂളൻ്റ്, ഓയിൽ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ നെക്സ ഷോറൂമിൽ വന്നിട്ടുള്ളത്. അഡ്വൈസർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ടൈം പോകണമെന്ന് പറഞ്ഞു. അവിടെ കുറേ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയായി സംസാരിച്ചിട്ട് പെട്ടെന്ന് നോക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ വണ്ടി വരുന്നത് ഫ്രോൺസാണ്. ഒരു 22 മൈലേജ് കിട്ടുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര തിരിച്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ മഴയോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ക്ലൈമറ്റ് ഓക്കെയാണ്. ചെറിയ രീതിയിലുള്ള ഒരു ചാർക്കൽ മഴയെല്ലാം ഉണ്ടായിരുന്നു രാവിലെ വരുമ്പോൾ. നമ്മൾ ഗോവയിലേക്ക് വരുന്ന വഴിക്കുള്ള ഒരു ബ്രിഡ്ജാണ്. നല്ല മനോഹരമായ ബ്രിഡ്ജാണ്. നമ്മൾ വരുന്ന വഴിക്കുള്ള റോഡ്, അതായത് മംഗലാപുരം കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുമ്പോഴുള്ള റോഡ് എല്ലാം അടിപൊളി. എന്താ പറയണ്ടേ, നമുക്ക് ആക്സിലേറ്ററിന് കാർഡ് എടുക്കണ്ട. ഞാനൊരു 60-70 സ്പീഡിലാണ് വന്നത് ഇങ്ങോട്ടേക്ക്. ഓവർ സ്പീഡൊന്നും എടുത്തില്ല. പക്ഷേ ഹൈവേ ടോപ്പ് ക്ലാസ് ഹൈവേ ആണ്. അതുപോലെ തന്നെ നമ്മളെ മംഗലാപുരം ടു കണ്ണൂരേക്കുള്ള ഇപ്പോൾ ഓൾമോസ്റ്റ് ഏകദേശം ആയി വരുന്നുണ്ട്. അതും കൂടി വന്നാൽ നമുക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നാട്ടിൽ നിന്ന് എണ്ണ അടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു 4 കട്ടയുണ്ട്. ഈ പോകുന്ന വഴിക്ക് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യണം. ഇതല്ലേ നല്ലൊരു വ്യൂ അല്ലേ ആ ഒരു ബ്രിഡ്ജിൻ്റെ. അതുപോലെ തന്നെ വരുന്ന വഴിക്ക് കണ്ടൊരു ഏരിയയാണിത്. ആ ഒരു മരത്തിൻ്റെ ഒരു വ്യൂ എല്ലാം കണ്ട നല്ലൊരു മനോഹരമായിട്ട് തോന്നി. അതാണ് അങ്ങനെ ക്യാപ്ചർ ചെയ്തത് വീഡിയോയിൽ. രാവിലത്തെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ നാളേക്ക് എവിടെ നിന്നെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണം. ആക്ച്വലി നമ്മൾ എന്താ പറയുക, നിർത്താതെയുള്ള യാത്രയാണ്. സ്ട്രെയിറ്റ് ഗോവയാണ്. വരുന്ന വഴിക്ക് റൂമൊന്നും എടുക്കാനുള്ള പ്ലാനില്ല. പിന്നെ അത്യാവശ്യം ഫ്രോൺസാണ് വണ്ടി. അത്യാവശ്യം നമുക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ഫ്രോൺസ് കൊടുത്തിട്ട് ഞാൻ എനിക്ക് ഹൈദരാബാദ് പോയിരുന്നു ഫ്രണ്ട്സായിട്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ തുടങ്ങി. നമ്മളിപ്പോൾ ഗോവ എത്താറായി. ഇനിയൊരു 70 കിലോമീറ്റേഴ്സ് ആണ് കാണിക്കുന്നത്. നമ്മൾ എവിടെയും നിർത്തിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഒന്ന് ചായ കുടിക്കാനെല്ലാം നിർത്തിയെന്നല്ലാണ്ട് അധികം നേരം എവിടെയും സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സ്ട്രെയിറ്റ് ഗോവയാണ്. നാട്ടിൽ ഞാൻ വിളിച്ചിരുന്നു. നാട്ടിൽ വിളിച്ചപ്പോൾ നല്ല മഴയാന്ന് പറഞ്ഞത്. ഇവിടെ ആ രീതിയിലുള്ള മഴയില്ല, ചെറിയ ചാറ്റൽ മഴയുണ്ട്. അത് ഈ ട്രിപ്പിനെ കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടുന്നുണ്ട്. ഇത് നമ്മൾ ഗോവയിലെത്തി. നമ്മൾ റൂമെല്ലാം എടുത്തൊന്ന് ഫ്രഷായി. ഇറങ്ങാൻ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ ഇപ്പം വന്ന സമയത്ത് ഇവിടെ ഓഫ് സീസണാണ്. ഇപ്പം ക്രൗഡഡ് ഇല്ല, ആൾക്കാർ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ റൂമെല്ലാം നമുക്ക് ചെറിയ റേറ്റിൽ നമുക്ക് റൂമെല്ലാം കിട്ടി. അതായത് റിസോർട്ടിൽ 8,000 7,000 വരുന്ന റിസോർട്ടാണ് ഞാനിപ്പോൾ എടുത്തത് 2,500. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓഫ് സീസണിൽ വന്നാൽ നമുക്ക് ഈ റിസോർട്ട് കൂടി ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഗോവയിൽ. പിന്നെ അതുപോലെ തന്നെ ക്രൗഡഡ് ആകുമ്പോൾ നമുക്ക് ബീച്ചായാലും നമുക്ക് നമ്മളേതായ ഒരു ഫോട്ടോസ് വീഡിയോസ് എടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുവാണ്. ഇത് കൂടെയുള്ളത് എൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ രണ്ടാളും ഇട്ട ടീഷർട്ട് ഒരേ കളറായി. അതുകൊണ്ട് കുറച്ചുകൂടി നല്ല വൈബായി. ഒരു മാച്ചിങ് ടീഷർട്ട് തന്നെ യാദൃശ്ചികമായിട്ട് പറ്റിയതാണ്. എന്തായാലും നല്ല മാച്ചിങ് തന്നെ ആയിട്ട് തോന്നി. നമ്മൾ വരുന്ന വഴിക്ക് ഒറിജിനൽ വാഫ് ബീച്ചിൻ്റെ ഒരു ചോക്ലേറ്റ് കേക്കെല്ലാം കഴിച്ചു. ജസ്റ്റ് ഫോട്ടോസ് എടുത്തു. കടലിൽ നിന്നുള്ള നമ്മൾ ഗോവയിൽ ബീച്ചിൽ ഒരു ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി വരുന്നതാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല, ബിസിനസ് ആവശ്യത്തിന് ഞാൻ ഗോവയിൽ വരുന്നുണ്ട്. അപ്പോൾ ഗോവയിൽ ഒരു ദിവസം എന്താ പറയുക, ബീച്ചിൽ സ്റ്റേ ചെയ്തു. ബീച്ചിലെ ആ ഒരു വൈബായിട്ട് രാത്രി ബീച്ചിൽ ഇറങ്ങി കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. ഗുഡ് മോർണിംഗ്. നമ്മളിതാ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള വാട്ടർഫോൾ ഉണ്ട്, ദൂദ്സാഗറുന്നുണ്ട്, എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ അവിടത്തേക്കുള്ള ഒരു യാത്രയിലാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ റീൽസിലെല്ലാം ഞാൻ കുറച്ച് ഷോർട്സ് കണ്ടിരുന്നു, മറ്റേ റീൽസായിട്ട് കണ്ടിരുന്നു. മറ്റേ ട്രെയിനിൽ കുറച്ച് ആൾക്കാർ വീഡിയോസ് ദൂദ്സാഗറിൻ്റെ എടുത്തത്. അപ്പോൾ നൈസ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഞാനിതുവരെ പോയിട്ടില്ല. അവിടെ എന്താണ് സ്ഥിതി എന്നറിയില്ല. ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റ് കൂടി ആയതുകൊണ്ട് ക്ലോസ്ഡ് ആണോ എൻട്രി ഉണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും പോവുകയാണ്. ഇവിടെ നിന്നൊരു ഓൾമോസ്റ്റ് ഒരു 50 കിലോമീറ്റേഴ്സ് ഇവിടെ നിന്ന് യാത്രയുണ്ട്. പിന്നെ
പിന്നെ രാവിലെ തന്നെ ഇറങ്ങി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. അതായിരുന്നു കൂടുതൽ പേടി. ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ഏരിയയിൽ ഹൈവേയിലും നമുക്ക് കിട്ടിയില്ലായിരുന്നു. രാവിലെ കുറച്ച് ഒരു 1.5 hour റൺ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ കിട്ടി. അവിടുന്ന് ഒരു മസാല ദോശ കഴിച്ചു. മോശമില്ല, അറ്റ്ലീസ്റ്റ് ഒരു ക്ലീൻ കാര്യങ്ങളിലുള്ളൊരു ഹോട്ടലായിരുന്നു. അവിടുന്ന് ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഇതാ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മളിവിടെ എത്തി. ഇതാണ് ദൂദ്സാഗർ വാട്ടർഫോൾസിൻ്റെ ടിക്കറ്റെല്ലാം കൊടുക്കുന്ന ഓഫീസ്. പക്ഷെ നമ്മൾ ഭാഗ്യവശാൽ നമ്മൾ എത്തിയത് 11:30 ആയി. 11 o'clock വരെ ഓഫീസുള്ളൂ. അപ്പോൾ എന്താ പറയണ്ടേ, അത്രയും ദൂരം വന്നിട്ട് ടിക്കറ്റും കൂടി കിട്ടാത്തപ്പോൾ നല്ല സങ്കടമായി. ആ സമയത്താണ് ഒരു ലോക്കൽ വന്നിട്ട് പറഞ്ഞത് ടിക്കറ്റ് ഇല്ലെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, ഫോറസ്റ്റ് വഴി നമുക്ക് പോകാമെന്ന് പറ്റും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ഓഫീസ് ക്ലോസ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇപ്പം ബാഡ് ലക്ക്, കുറച്ചും കൂടി നേരത്തെ വരായിരുന്നു. ഞാൻ മാക്സിമം രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്നു. പക്ഷേ എത്തിപ്പെടുമ്പോഴത്തേക്ക് കുറച്ച് റൺ ചെയ്യാനുണ്ട്. പക്ഷേ ലേറ്റായി പോയി. ഭക്ഷണം കഴിച്ച് ഒന്ന് ഫ്രഷ് എല്ലാം ആയിട്ട് വരുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി പോയി. ഇവിടെ അധികം ക്രൗഡഡോ കാര്യങ്ങളൊന്നുമില്ല. കുറച്ചേ ഉള്ളൂ. ചെറിയ രീതിയിൽ ഷോപ്പുകളുണ്ട്, 2-3 ഹോട്ടലുകളുണ്ട്. ചെറിയ ചെറിയ ഹോട്ടൽസാണ്. അത്യാവശ്യം മോശമില്ല, ക്ലീൻ ഏരിയ ആണ്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ കാണുന്നില്ല. ഇവിടുത്തെ ലോക്കൽസ് കുറച്ച് ആൾക്കാർ ഇങ്ങനെ റോഡുമിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ വണ്ടി നിർത്തിച്ചിട്ട് നമ്മളോട് സംസാരിക്കുക ചെയ്തത്. കാര്യം ക്ലോസ്ഡ് ആണ്, ടിക്കറ്റ് കിട്ടില്ല, നമ്മളായിട്ട് തന്നെ കൊണ്ടുപോകാമെന്ന്. ഇതാണ് നമ്മളെ ലോക്കൽസ് വരുന്നത്. ഇവരാണ് നമ്മളെ ഗൈഡായിട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് ഉള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് ജാക്കറ്റും അതുപോലെ തന്നെ മൊബൈൽ പൗച്ചും വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മൊബൈൽ പൗച്ചും കാര്യങ്ങളും വേണം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പേ ഉള്ളൂ. ഇവിടെ വലിയ രീതിയിൽ ടൗണല്ല, ചെറിയ ടൗണാണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാരെ കൂടി ആയിട്ടേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഒരു 1:30 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഇവിടെ പറഞ്ഞത്, ഇവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് പേരുണ്ട്. അവരിങ്ങനെ മുമ്പിൽ നടക്കുന്നുണ്ട്. ഇവിടുന്ന് കുറേ ഒരു 20% ഇവിടെ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ 11 കിലോമീറ്റർ പറഞ്ഞത്. കുറച്ച് ലേറ്റായി. അവിടെ ഒരു 1 hour വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള അരുവിയെല്ലാം കടക്കണം. അരുവിയെല്ലാം കടന്നിട്ടാണ് പോകേണ്ടത്. സാഗറിന് മറ്റൊരു പേരുണ്ട്, പാലിൻ്റെ കടൽ. അതാണ് ശരിക്കും അർത്ഥാക്കിയത്. അതായത് ഈ ഉയരത്തു നിന്നുള്ള വെള്ളം വരുമ്പോൾ അതിൻ്റെ നുരയും പതിയും കാണുമ്പോൾ താഴോട്ടേക്ക് പതിക്കുമ്പോഴുള്ള ഒരു കാഴ്ചയില്ലേ, അതുകൊണ്ടാണ് ഈ പാലിൻ്റെ കടൽ എന്നുള്ള ഒരു പേര്, ദൂദ്സാഗർ എന്നുള്ള പേര് വന്നത്. കാരണം ഈ ഒരു വന്യജീവി സങ്കേതം, അതായത് ഭഗവാൻ മഹാവീർ എന്നാ പറയുക, അതിൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഇത് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടത്തിൽ ഒന്നാണിത്. ഏകദേശം എനിക്ക് തോന്നുന്നു 310 മീറ്ററോ അതുപോലെ തന്നെ 1017 അടി ഉയരം വരുന്നുണ്ട് ഇതിന്. ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത്. വേയാണ് ഈ ഒരു വേലോട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു എന്താ പറയണ്ടേ, നമുക്ക് നല്ല നൈസായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. നല്ല ക്ലാസ് ആയിട്ട് കാണുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല വൈബാണ്, അടിപൊളിയാണ്. നല്ലൊരു വ്യൂ ആണ്. പക്ഷെ കാണാമല്ലോ, കാണുന്നില്ലേ എന്ത് കാഴ്ചയാണ് ഈ ഫോറസ്റ്റിലോട്ട് വരുമ്പോഴുള്ള കാഴ്ച കണ്ട. ഞാനിവിടെ ലോക്കൽസിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ടിക്കറ്റ് എടുത്താൽ ഈ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. അരച്ചാൽ സ്ട്രെയിറ്റ് ജീപ്പിൽ നമ്മളവിടെ പോയി ഇറങ്ങുക ചെയ്യുക. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ ഈ ഫോറസ്റ്റിലോട്ട് തന്നെ വരണം. അത്ര മനോഹരമായ കാഴ്ചയാണ്. നമ്മൾ ഈ ഫോറസ്റ്റിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. എന്താ വരുന്ന വഴിക്ക് ഒരു ട്രെയിന് പാസ് ചെയ്യുന്നുണ്ട്. ഫോറസ്റ്റിലോട്ട് കയറിയിട്ട് നമ്മൾ റെയിൽവേൻ്റെ പാലത്തിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. അതായത് പാലത്തിൽ ടച്ച് ചെയ്യുന്നില്ല, പാലത്തിന് താഴെയുള്ള വേയിലോട്ട് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ആ സമയത്താണ് ട്രെയിന് അതിലൂടെ പോകുന്നുണ്ടത്. ആ ഒരു വീഡിയോ ഞാൻ പകർത്തിയാണ്. നല്ല കാഴ്ച. ഇതിൽ നാഷണൽ പാർക്കിംഗ് ടൈം 9 o'clock ആണ്, 5:30 വരെയാണ് ഇത് ബോർഡിൽ കൊടുത്ത് കാണുന്നത്. നമ്മളിങ്ങനെ ഇനിയൊരു 7 കിലോമീറ്ററോളം നടക്കേണ്ടെന്ന് പറഞ്ഞത്. അതുകൂടാതെ വരുന്ന വഴിക്ക് നമ്മളെ ഗൈഡ് പറഞ്ഞു ഇവിടെ നിന്നാണ് നമ്മൾ ചെന്നൈ എക്സ്പ്രസിൻ്റെ ഷൂട്ടിംഗ് നടന്നത്. അതായത് നമ്മളെ ട്രെയിനിലെ പല ഷോട്ടും ഇവിടെ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞു.
നിങ്ങളെല്ലാം കണ്ട് കാണും, ശ്രദ്ധിച്ചാൽ മതി. കാണുന്നില്ലേ, നല്ല തെളിനീരായ വെള്ളമാണ് ഒഴുകി പോകുന്നത്. വാട്ടർഫോൾസ് എന്നുള്ള വെള്ളമാണ് കാട്ടിലോട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. ഇവിടുന്ന് വരുന്ന വഴിക്ക് അട്ട കാര്യങ്ങൾ, അതായത് നമ്മൾ കാട്ടിലോട്ട് വരുമ്പോൾ അട്ട കാര്യങ്ങൾ മെയിനായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഷൂസാണ് അവർ ഇടാൻ പറഞ്ഞത്. ഞാൻ പക്ഷേ ഷൂസ് മാറ്റിയിട്ട് ചെരുപ്പാണ് ഇട്ടത്. കാരണം നനഞ്ഞാലെല്ലാം കുറച്ച് കംഫേർട്ട് കുറവായിരിക്കും കാലിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചപ്പലാണ് യൂസ് ചെയ്തത്. റിവർ ബ്രിഡ്ജിൽ എത്തിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസിംഗ് ആണ്, ഇവേ ക്രോസിംഗ് ലൈനാണ്. നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്, നല്ല ഒഴുക്ക് തന്നെ, നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന്. ഫോണ് താഴെ പോയാൽ എന്തായാലും പിന്നെ നോക്കണ്ട. ഇത് നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്താനായി. ഞാൻ അവിടെ നിന്നുള്ള ഒരു വ്യൂ എടുത്തതാണ്, കുറച്ച് ദൂരെ നിന്നുള്ള ഒരു വ്യൂ ആണ്. അതിൻ്റെ ഒരു കാഴ്ച ഉണ്ട്, എന്ത് മനോഹരമല്ലേ. അപ്പോൾ നമ്മൾ അടുത്തെത്താറായി. പിന്നെ ഇതാണ് നമ്മളെ ഗൈഡ് വരുന്നത്. ഗൈഡാണ് നമ്മളെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നമ്മൾ 10-20 പേരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 10-20 പേരുണ്ട് നമ്മൾ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ, നല്ലൊരു ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് കാട്ടിലോട്ടുള്ള ഈ ഒരു യാത്ര. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയത്. ഇവിടെ ബ്രിഡ്ജ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതാണ് ഓൾറെഡി. എന്താ പറയണ്ടേ, സേഫ്റ്റി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വേറെ ഒരു ഡിസ്കംഫർട്ടായിട്ടുള്ള ഒരു യാത്രാ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല വരുന്ന വഴിക്കൊന്നും. നല്ലൊരു യാത്രയായിരുന്നു. നമ്മളിതാ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തി. നല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ, കാണേണ്ട ഒരു കാഴ്ച തന്നെ. ഇത് നമ്മൾ അവസാനം വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തി. നമ്മളെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും അതിമനോഹരമാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള വേ നമുക്ക് ക്ലോസ്ഡ് ആണ്. കാരണം എന്നിരുന്നാലും സേഫ്റ്റിയാണ് മുഖ്യം. അത്ര മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് നമുക്ക്. കാരണം ഇൻസ്റ്റാഗ്രാമിലും കാണുന്നൊരു വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും, അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, നേരിട്ട് കാണുമ്പോഴൊരു ഭംഗി അത്രയും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ജൂൺ, ജൂലൈ മാസം, ആഗസ്റ്റ് മാസങ്ങളിൽ തന്നെ നിങ്ങൾ വരാൻ പരമാവധി നോക്കുക. കാരണം ഈ ഒരു വാട്ടറിൻ്റെ ഫ്ലോ ഈ ഒരു രീതിയിൽ കിട്ടണമെങ്കിൽ ഈ ഒരു സമയത്താണ് കൂടുതൽ ഉണ്ടാവുക, മഴ സീസണിൽ. അപ്പോൾ മസ്റ്റായിട്ട് ഈ സമയത്ത് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. മണ്ടോവി എന്ന നദിയിലാണ് ഇത് രൂപപ്പെടുന്നത്, ഈ വാട്ടർഫോൾസ്. ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. കാരണം ഈ ഒരു ട്രെയിനിൻ്റെ വേഗം കൂടി ആകുമ്പോൾ നമ്മളെ എന്താ പറയണ്ടേ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ്. ഒരിക്കലെങ്കിലും ഈ ട്രെയിനിലോട്ട് ഒന്ന് പാസ് ചെയ്യണമെന്നുണ്ട്. കാരണം നേരിട്ടിങ്ങനെ കണ്ടു, ട്രെയിനിലോട്ട് പോകുമ്പോഴുള്ളൊരു അനുഭവം കൂടി ഒന്ന് അറിയണമെന്നുണ്ട്. ഒരിക്കൽ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യണം. എന്നിരുന്നാലും നിങ്ങളെ എല്ലാവരും ഞാൻ ഇവിടത്തേക്ക് സജസ്റ്റ് ചെയ്യാണ് ഈ ഒരു വാട്ടർഫോൾസ് കാണാൻ. കാരണം നമുക്കവിടെ ഒരു കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴുള്ളൊരു അറ്റ്മോസ്ഫിയർ, അത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് എത്തുമ്പോഴുള്ളൊരു അറ്റ്മോസ്ഫിയർ വേറെ തന്നെയാണ്. ഇതാണ് കാട്ട്, മനോഹരം. ഓക്കെ.